ഹായ്, വെൽക്കം ബാക്ക് ടു Shanis കിച്ചൻ. ഇന്ന് മദേഴ്സ് ഡേ പ്രമാണിച്ച് കരിക്ക് പോലെ നിർമ്മലമായ മനസ്സുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി കരിക്ക് വെച്ചൊരു പുഡിംഗ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ കരിക്ക് നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് ആക്കാം. കരിക്ക് മുഴുവൻ ഞാനിവിടെ സ്കൂപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കരിക്കാണ് ഞാനിവിടെ എടുത്തത്. ഒരല്പം കട്ടിയായി തുടങ്ങി. അത് പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് പുഡിങ്ങിന് റെഡിയാകും. അതുപോലെ 1 ഗ്ലാസ് കരിക്കിൻ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം കരിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുമ്പോൾ അത് കടിക്കാൻ നല്ല രസമായിരിക്കും. അതിനുവേണ്ടി മാറ്റി വെച്ചതാണ് ഡെക്കറേഷന്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ജലാറ്റിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജലാറ്റിനകത്തോട്ട് കരിക്കും വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കാം. ഒരു അര ബൗളിനകത്ത് ഞാനൊരു കുറച്ച് കരിക്കും വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ജലാറ്റിൻ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ കരിക്കും 1 ഗ്ലാസ് കരിക്കും വെള്ളവും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ കരിക്കിൻ്റെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. വേറെ വെള്ളമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കരിക്കും വെള്ളം മാത്രമാണ് ഇതിനകത്തോട്ട്. 1 ഗ്ലാസ് കരിക്കും വെള്ളവും കരിക്കും അടിച്ചെടുത്തതാണിത്. നമുക്കിനി പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ജലാറ്റിൻ ഇവിടെ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുഡിംഗ് തയ്യാറാക്കുമ്പോൾ ജലാറ്റിൻ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് അഗാർ പൗഡർ ഉപയോഗിക്കാം. അതുപോലെ അഗാർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. ചൈന ഗ്രാസ് ആകുമ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് കരിക്കിൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതിന് ശേഷം അത് ഇളം ചൂടിൽ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്ന പാലിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്താണ് അത് റെഡിയാക്കുന്നത്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണിത്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അതിലേക്ക് ഉരുകി ചേരുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. ജലാറ്റിനൊക്കെ നന്നായിട്ട് ഇതിനകത്തോട്ട് ഉരുകി ചേർന്നിട്ടുണ്ട്. ഒന്നുമില്ല ഇതിനകത്ത്. ഇനി ജസ്റ്റ് ഞാനൊരു നുള്ളു ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് സ്വീറ്റ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കരിക്കിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ചൂടാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരല്പം തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഡിഷിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തണുത്ത റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. പുഡിംഗ് ഒരിക്കലും നമ്മൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാവൂ. അത് ഏകദേശം ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ എടുക്കും ഈ പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ. നമുക്കിത് ഒരു ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ 1-2 ചെറിയ ബൗളിലും ഇതുപോലെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പീസസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇളനീർ പുഡിങ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് തണുത്ത റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിതൊരു ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്യാം, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ പുഡിങ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കവർ ചെയ്തില്ല എന്ന് വെച്ചൊരു കുഴപ്പവുമില്ല. നമ്മുടെ പുഡിംഗ് ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ വെച്ചിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ. നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും റാപ്പൊന്ന് മാറ്റാം. നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സൈഡിലൂടെ ഒരു നൈഫിൻ്റെ ഷാർപ്പ് എഡ്ജസ് വെച്ചിട്ട് ഒന്ന് അതിങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമുക്കിത് കമത്തിയെടുക്കാം. നമ്മുടെ ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇന്ന് എല്ലാ അമ്മമാർക്കുമായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ലവ്ലി മോംസ്.